श्री गुरवे नमः। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामख्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं भजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादां सगुण ललिता श्रीविशाखानिधांश्च। हे कृष्ण करुणा सिंधो दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद श्री अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद श्री अद्वैत चंद्र जय गौर भक्त वृंद। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തരെയും ഈ ഒരു ചൈതന്യ ചരിതാമൃതം ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിയില്ല. ചരിതാമൃതത്തെ മൂന്നായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഇത് എഴുതിയത് ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ്. അപ്പോൾ മൂന്നായിട്ട് മഹാപ്രഭുവിന്റെ ഈ ജീവിത കാലഘട്ടത്തെ 48 വയസ്സിൽ അദ്ദേഹം ഭൂമിയിലുണ്ടായി അവതരിപ്പിച്ചിരുന്നു. അതിൽ ഈ കാലഘട്ടത്തിനെ മൂന്നായിട്ട് ഭാഗിച്ച് ആദിലീല, മധ്യലീല, അന്ത്യലീല അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സത്യമത പ്രഭു പറഞ്ഞു നിർത്തിയത് ആദിലീലയില് 12ാമത്തെ അധ്യായത്തില് 70ാം ശ്ലോകമാണ്. അപ്പൊ നമുക്ക് ഇന്ന് 71 മുതൽ ആരംഭിക്കാം. ഇതിൽ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിന് ശേഷം നമ്മുടെ പരമ്പരയില് അദ്വൈതാചാര്യരും ഗദാധർ പണ്ഡിറ്റിന്റെയും മുമ്പോട്ട് വന്ന വംശപരമ്പരയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല ചാപ്റ്റർ 12 ശ്ലോകം 71. കേവല ഏകണ പ്രതി നഹേ ദണ്ഡ ചൈതന്യ വിമുഖയേ സൈതപാഷണ്ഡ. കേവല ഏകണ പ്രതി നഹി ഏ ദണ്ഡ ചൈതന്യ വിമുഖയേ സൈതപാഷണ്ഡ. വിവർത്തനം ശ്രീപ്രഭുപാദ്. അദ്വൈതാചാര്യന്റെ മാർഗഭ്രംശം സംഭവിച്ച പിൻഗാമികൾ മാത്രമല്ല, ചൈതന്യ സമ്പ്രദായത്തിന് വിരുദ്ധവനായ ഏതൊരുവനും നിരീശ്വരവാദിയായി പരിഗണിക്കപ്പെടും. കാരണം അവർ തീർച്ചയായും യമരാജന്റെ ശിക്ഷയ്ക്ക് വിജയീഭവിക്കും. ശ്ലോകം 72. കി പണ്ഡിത കി തപസി കി ബഗൃഹിയതി ചൈതന്യ വിമുഖയേ തര ഏ ഗതി. കി പണ്ഡിത ഒരു പണ്ഡിതനായാലും, കി തപസി ഒരു മഹാ തപസ്യായാലും, കിബ അല്ലെങ്കിൽ ഗൃഹസ്ഥന്, യതി സന്യാസി, ചൈതന്യ വിമുഖ ശ്രീ ചൈതന്യ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള ഏയ് ഏതൊരുവനും, താര അവന്റെ, ഏയ് ഇത്, ഗതി വിധി. വിവർത്തനം. അഭിജ്ഞനായ ഒരു പണ്ഡിതനോ തപസ്വിയോ, വിജയിയായ ഒരു ഗൃഹസ്ഥനോ, യശസ്വിയായ ഒരു സന്യാസിയോ ആര് തന്നെ ആയാലും ചൈതന്യ സമ്പ്രദായത്തിന് വിമുഖനായ ഒരുവൻ യമരാജൻ വിധിക്കുന്ന ശിക്ഷ അനുഭവിക്കണം. അപ്പോ അടുത്ത ശ്ലോകം 73. യേ ലൈല ശ്രീ അച്യുതാനന്ദേര മാതസൈ ആചാര്യര ഗണമഹാഭഗവത. ഏതൊരുവൻ ലൈല സ്വീകരിച്ചു ശ്രീ അച്യുതാനന്ദേര ശ്രീ അച്യുതാനന്ദന്റെ, മത പാത, സേ അവർ, ആചാര്യര ഗണ അദ്വൈതാചാര്യരുടെ പിൻഗാമികൾ, മഹാഭാഗവത മഹാഭക്തന്മാർ. വിവർത്തനം. അദ്വൈതാചാര്യന്റെ പിൻഗാമികളിൽ അച്യുതാനന്ദന്റെ പാത സ്വീകരിച്ചവരെല്ലാം മഹാഭക്തന്മാരായിരുന്നു.
ഇത് സംബന്ധിച്ച് ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ഭാവാർത്ഥം ഇത് സംബന്ധിച്ച് ശ്രീ ഭക്തിവിനോദ ഠാക്കൂർ തന്റെ അമൃത പ്രഭാവ ഭാഷ്യത്തിൽ ഈ ഹ്രസ്വമായ കുറിപ്പ് നൽകിയിരിക്കുന്നു. ശ്രീ അദ്വൈത ആചാര്യൻ ഭക്തികൽപ്പത്തരുവിന്റെ പ്രധാനപ്പെട്ട സ്കന്ധങ്ങളിൽ ഒന്നാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു ഉദ്യാന പാലകൻ എന്ന നിലയിൽ ആ കൽപ്പത്തരുവിന്റെ വേരിൽ ജലം വർഷിക്കുകയും അപ്രകാരം അതിന്റെ എല്ലാ സ്കന്ധങ്ങളും ശാഖകളും പുഷ്ടിപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും മായയുടെ വശീകരണം മൂലം ചില ശാഖകൾ അവയ്ക്ക് ജലം വർഷിച്ച ഉദ്യാനപാലകനെ അംഗീകരിക്കുന്നതിന് പകരം മഹത്തായ ഭക്തികൽപ്പത്തരുവിന്റെ വളർച്ചയ്ക്കുള്ള ഏക കാരണം അതിന്റെ തായ്തടിയാണെന്ന് കരുതി. മറ്റു വാക്കുകളിൽ അദ്വൈതാചാര്യനെ ഭക്തിലതയുടെ മൂല കാരണമായി കണക്കാക്കിയ ശാഖകൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളെ അവഗണിക്കുക വഴി ജലവർഷത്തിന്റെ ഫലം സ്വയം ഇല്ലാതാവുകയും അവിധത്തിൽ ഉണങ്ങിപ്പോവുകയും ഇല്ലാതാവുകയും ചെയ്തു. അദ്വൈതാചാര്യന്റെ വഴി തെറ്റിയ പിൻഗാമികൾ മാത്രമല്ല, ചൈതന്യ മഹാപ്രഭു യാതൊരു ബന്ധമില്ലാത്ത ഏതൊരുവനും അവൻ സ്വതന്ത്രനായ ഒരു മഹാസന്യാസിയോ അഭിജ്ഞനായ പണ്ഡിതനോ ഒരു യോഗിയോ ആണെങ്കിൽ പോലും വൃക്ഷത്തിന്റെ ഉണങ്ങിയ ശാഖയ്ക്ക് സമാനമാണ്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ വചനങ്ങളെ പിന്തുണയ്ക്കുന്ന ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ഈ വിശകലനം ഹിന്ദു മതമെന്ന് വിളിക്കപ്പെടുന്ന മതത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ കാണിക്കുന്നു. മായാവാദ തത്വശാസ്ത്രം പ്രബലമായിട്ടുള്ള ഇന്നത്തെ ഹിന്ദുമതം ഉഭയബോഹ ആശയങ്ങളുടെ ഒരു സങ്കരമായി തീർന്നിരിക്കുന്നു. മായാവാദികൾ കൃഷ്ണബോധ പ്രസ്ഥാനത്തെ വളരെ ഭയപ്പെടുന്നു. ഈ പ്രസ്ഥാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർവ്വ മതസ്ഥരെയും സ്വീകരിക്കുകയും അവരെ ശാസ്ത്രീയമായ ദൈവവർണ്ണാശ്രമ ധർമ്മത്തിന്റെ പ്രതിജ്ഞിതബദ്ധരാക്കുകയും ചെയ്യുന്നതിനാൽ അവർ ഇതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുള്ള പോലെ വൈദിക സാഹിത്യത്തിൽ ഹിന്ദു എന്നൊരു വാക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ വാക്ക് മിക്കവാറും മുസ്ലിം മേലധികാരമുള്ള രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതായിരിക്കാനാണ് സാധ്യത. ഭാരതത്തിന് വിവിധ മുസ്ലിം രാജ്യങ്ങൾക്ക് മധ്യയുള്ള വ്യാപാര പാതയുടെ ഭാഗമായ ഹിന്ദുക്കുഷ് എന്ന അറിയപ്പെടുന്ന മലയിടുക്കിനെയാണ് അല്ലെങ്കിൽ ചുരം ഇത് യഥാർത്ഥത്തിൽ പരാമർശിക്കുന്നത്. യഥാർത്ഥ വൈദിക സമ്പ്രദായം വർണ്ണാശ്രമധർമ്മം എന്ന് വിളിക്കപ്പെടുന്നു. വിഷ്ണു പുരാണത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ള പോലെ വർണ്ണാശ്രമചാരവത പുരുഷേണ പരപ്പുമാൻ വിഷ്ണുർ ആരാധ്യതേ പന്ഥ നാന് തത്തോഷ കാരണം. വിഷ്ണു പുരാണം 3.8.9. ഒരു മനുഷ്യജീവി വർണ്ണാശ്രമധർമ്മം പിന്തുടരണമെന്ന് വൈദിക സാഹിത്യം ശുപാർശ ചെയ്യുന്നു. വർണ്ണാശ്രമത്തിന്റെ പ്രക്രിയ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സഫലമാക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് മനുഷ്യജീവിത ലക്ഷ്യമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായി അവനെ ബന്ധിപ്പിക്കും. അതുകൊണ്ട് കൃഷ്ണബോധ പ്രസ്ഥാനം മനുഷ്യവർഗത്തിലെ സർവർക്കും വേണ്ടി ലക്ഷ്യമാക്കപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യ സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യജീവികളും ഒരു വർഗത്തിൽപ്പെട്ടതാണ്. അതിനാൽ അവർക്കെല്ലാം ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തങ്ങളുടെ മൂലസ്വരൂപം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്ഥിരീകരിക്കുന്നു, ജീവര സ്വരൂപമായ കൃഷ്ണര നിത്യദാസ എല്ലാ ജീവസത്തെയും പരമദിവ്യപുരുഷനായ ഭഗവാന്റെ ഒരു അംശവും നിത്യദാസനുമാണ്. മനുഷ്യജന്മം നേടുന്ന ഓരോ ജീവസത്തയ്ക്കും അവന്റെ പദവിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും. അപ്രകാരം അവൻ കൃഷ്ണ ഭഗവാന്റെ ഒരു ഭക്തനാകാൻ അർഹനാവുകയും സാധിക്കും. അതിനാൽ മുഴുവൻ മനുഷ്യവർഗവും കൃഷ്ണബോധം അഭ്യസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന ഓരോ രാജ്യത്തും ജനങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം മടികൂടാതെ നിഷ്പ്രയാസം സ്വീകരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങൾ ഏത് ജീവിത പശ്ചാത്തലങ്ങളിൽ ഉള്ളവരായാലും പാപജീവിതം ഉപേക്ഷിക്കുകയും ഭക്തിയുടെ ഉത്കൃഷ്ട നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്യുകയെന്നാണ് ഈ കീർത്തനത്തിന്റെ ദൃശ്യഫലങ്ങൾ. വലിയ പണ്ഡിതന്മാരെന്നും യോഗികളെന്നും ഗൃഹസ്ഥരെന്നും സ്വാമിമാരെന്നും നടിക്കുന്നുവെങ്കിലും ഹിന്ദുമതം എന്നറിയപ്പെടുന്നതിന്റെ അനുയായികളെല്ലാം വൈദിക ധർമ്മത്തിന്റെ ഉണങ്ങിയ ശാഖകളാണ്. അവർ പ്രയോജനരഹിതമാണ്. അവർ ദുർബലരാണ്. മനുഷ്യ സമൂഹത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി വൈദിക സംസ്കാരം പ്രചരിപ്പിക്കാൻ അവർക്കാവില്ല. വൈദിക സംസ്കാരത്തിന്റെ സത്ത ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശമാണ്. ശ്രീ ചൈതന്യൻ ഉപദേശിച്ചു, യാരേദേഖ താരേഖ കൃഷ്ണ ഉപദേശ അമാരാജ്ഞ ഗുരുഹയ താര ഏ ദേശ. ചൈതന്യ ചരിതാമൃതം മധ്യലീല അധ്യായം 7 ശ്ലോകം 128. കാണാനിടയാകുന്നവരുടെ എല്ലാം ഭഗവത്ഗീത യഥാരൂപത്തിലും ശ്രീമദ് ഭാഗവതത്തിലും പ്രതിപാദിച്ചുള്ള കൃഷ്ണ കഥാതത്വങ്ങളെ സംബന്ധിച്ച് ഉപദേശം നൽകുക മാത്രമേ ഒരുവൻ ചെയ്യേണ്ടതുള്ളൂ. കൃഷ്ണകഥയിലും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിലും താല്പര്യമില്ലാത്ത ഒരാൾ ദൈവശക്തിയില്ലാത്ത ഉണങ്ങിയ ഉപയോഗശൂന്യമായ മരം പോലെയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നേരിട്ട് ജലസേന ചെയ്യപ്പെടുന്ന ഇസ്കോൺ ശാഖ നിസ്സംശയം വിജയകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹിന്ദുമതത്തിന് വിച്ഛേദിക്കപ്പെട്ട ചില ശാഖകൾ ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ കൃഷ്ണബോധ പ്രസ്ഥാനത്തിനോട് അസൂയുള്ളവരാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നമുക്ക് നോക്കാം.
ഈ അമൃതപ്രവാഹ ഭാഷ്യം എന്ന് പറയുന്നത് ചില ഭക്തിവിനോദ് ടാക്കൂർ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന് എഴുതിയ വ്യാഖ്യാനമാണ്. അദ്ദേഹം പറയുന്നു, അദ്വൈതാചാര്യർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രധാന ശാഖ തന്നെയാണ്. ഒരു ഗൗഡീയ സമ്പ്രദായം എന്ന് പറയുന്ന വൈഷ്ണവ സമ്പ്രദായം ഒരു വലിയൊരു കൽപ്പവൃക്ഷം ആയിട്ട് കരുതിയാൽ ആ മരത്തിന്റെ വലിയൊരു പ്രധാന വൃക്ഷത്തിന്റെ ഒരു ശാഖ തന്നെയാണ് ഈ അദ്വൈതാചാര്യർ. പക്ഷേ ആ മരത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ പുഷ്ടിപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. മഹാപ്രഭുവിന്റെ കാലത്തിന് ശേഷം മഹാപ്രഭു ഈ ലീലകൾ അവസാനിപ്പിച്ച ശേഷം മഹാപ്രഭു തന്നെ അപ്രത്യക്ഷനാകുന്ന ഒരേ സമയം 3 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ മഹാപ്രഭു തന്റെ അതീന്ദ്രിയമായ ലീലകൾ അവസാനിപ്പിച്ച്, ഭഗവാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ, എങ്കിലും പ്രത്യക്ഷമായിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ലീലകൾ അവസാനിപ്പിച്ച് ഭഗവാൻ തിരിച്ച് സ്വധാമത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനുശേഷം ഈ സമ്പ്രദായങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അതിപ്പോ നമ്മൾ ലോകത്തെ ഏതൊരു പ്രസ്ഥാനം എടുത്ത് നോക്കിയാലും അതിലെല്ലാത്തിലും നമുക്കത് കാണാൻ പറ്റും. മറ്റു മതങ്ങളും എല്ലാം, മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മതം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ്. അപ്പോൾ ഓരോ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളാണ് അത് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഓരോ നമ്മൾ ഇന്ന് സോ കോൾഡ് പറയുന്ന റിലീജിയൻ ആയിട്ട് മാറുന്നത്. മതം എന്നാൽ അഭിപ്രായം. അപ്പോൾ ഓരോ ആചാര്യന്മാരും എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടുമാണ് ഓരോ മതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രധാന ആചാര്യൻ അദ്ദേഹത്തിന്റെ ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് പിന്നീട് വരുന്ന ശിഷ്യന്മാർ തമ്മിൽ ഒരു അഭിപ്രായ ചേർച്ചയില്ലാതെ അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഗുരുവിന്റെ പൂർവ്വ പൂർവാചാര്യന്റെ പാത പിന്തുടരും. കുറച്ച് ആൾക്കാർക്ക് അതൊന്നും എന്താ പറയാ ആചരിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ഡൈലൂട്ട് ചെയ്യണം തോന്നും, വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ചേർക്കണം തോന്നും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സമ്പ്രദായമൊക്കെ രണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ പിരിയാൻ സാധ്യത. നമ്മളിപ്പോ ഇപ്പം യേശുക്രിസ്തു അദ്ദേഹം വന്നു പോയപ്പോഴും അതിനാണ് സംഭവിച്ചത്. ഇന്ന് ഒരൊറ്റ ബൈബിളും ഒറ്റ യേശു ഉള്ളു. പക്ഷെ ഇന്ന് അദ്ദേഹം കൊടുത്ത ഉപദേശങ്ങളെല്ലാം ഒന്ന് തന്നെ. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു 1008 സഭകളും ഉപസഭകളും ഒക്കെ ആയിട്ട് ഒരുപാട് അതിൽ തന്നെ പല വ്യത്യാസം. ഓരോരുത്തരുടെ പ്രാർത്ഥനയും എല്ലാത്തിനും ഓരോ വ്യത്യാസം ഉണ്ടാവും. ഈവൻ ഇസ്ലാം മതത്തിൽ നോക്കിയാലും മുഹമ്മദിന്റെ കാലത്തിന് ശേഷം അതിലും ഉണ്ട് പല പല, ഒരു പുസ്തകവും ഒരു ആചാരനുള്ളൂ. പക്ഷെ അവരുടെ സ്പെക്കുലേഷൻസ് ഒക്കെ അതിനകത്ത് അടിച്ചു കയറ്റി അവരുടെ ഊഹാപോഹങ്ങളും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുറെ മസാലയും മിക്സ് ചെയ്ത് വേറെ രൂപത്തിലാക്കി മാറ്റിയവർക്ക്, കാരണം അവരുടെ സൗകര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ഈ സമ്പ്രദായങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പല ശാഖകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ബുദ്ധിസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ശ്രീബുദ്ധന്റെ കാലത്തിന് ശേഷം ബുദ്ധിസം പ്രധാനമായിട്ടും 3ആയിട്ട് പിരിഞ്ഞു. മഹായാനം, വജ്രയാനം, ഹീനയാനം എന്നിട്ട് 3ആയിട്ട് പിരിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജൈനന്റെ നോക്കിയാലും ജൈനന്റെ കാലഘട്ടത്തിന് ശേഷം ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ, അങ്ങനെ അത് 2ആയി. ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ നോക്കിയാലും രാമാനുജാചാര്യരുടെ കാലത്തിന് ശേഷം അതും 2ആയിട്ട് മാറി. തെങ്കല, വടകല, അങ്ങനെ അതിലും ഫിലോസഫിക്കൽ ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തി. അങ്ങനെ നമ്മളിപ്പോൾ ഏതൊരു പ്രസ്ഥാനം എടുത്തു നോക്കിയാലും ആ ഒരു ആചാര്യൻ മതം അദ്ദേഹം ഇരിക്കുമ്പോൾ ഉള്ളതും അദ്ദേഹം കഴിയുമ്പോഴും വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ അദ്വൈതാചാര്യർ ഉണ്ടായ സമയത്ത് എല്ലാവരും മഹാപ്രഭുവിനെ അതേപോലെ ഫോളോ ചെയ്ത് മഹാപ്രഭുവിന്റെ ഭക്തന്മാരായിരുന്നു. അദ്ദേഹം പറഞ്ഞ തത്വങ്ങൾ അംഗീകരിച്ച് ജീവിതത്തിൽ പാലിച്ചു വരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? അദ്വൈതാചാര്യരുടെ തിരോഭാവത്തിന് ശേഷം അതിന്റെ വരുന്ന തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ വന്ന പരമ്പരയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അല്ലെ? പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അപ്പോ എന്ത് സംഭവിച്ചു? ഇവര് പ്രധാനപ്പെട്ട ഒരു ആ ഗൗഡീയ സമ്പ്രദായത്തിന് പോഷിപ്പിച്ച അല്ലെങ്കിൽ ജലം ഒഴിച്ച ആ മഹാവൃക്ഷത്തിനെ എന്താ പറയാ വലുതാക്കി മാറ്റിയ മഹാപ്രഭുവിനെ വിട്ടിട്ട്, മഹാപ്രഭു ഉപദേശങ്ങളെ വിട്ടിട്ട് അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനുള്ള ഒരു ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാക്കി അവര് പലതും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്കെപ്പോഴും ഈ നിയമങ്ങളും റൂൾസും ഒക്കെ അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എപ്പോഴും. ഇപ്പൊ എവിടെയാണ് കുറച്ച് ഇത്തിരി വെള്ളം ചേർത്ത് കിട്ടുന്നത് അവിടേക്ക് നമ്മൾ പോകും. അതാണ് മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി അതാണ്. അപ്പോ ആരൊക്കെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ച്, മഹാപ്രഭുവിനെ അവഗണിച്ച് അവരുടെ വഴിക്ക് പോയി അവരൊക്കെ ഉണങ്ങിയ മരം പോലെയാണ്. നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു മരത്തിന്റെ ശാഖ, ആ മെയിൻ മരത്തിൽ നിന്ന്, പ്രധാന വൃക്ഷത്തിൽ നിന്ന് നമ്മൾ അതിന്റെ ശാഖ വെട്ടി താഴെയിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കരിഞ്ഞ് നാം അവശേഷിപ്പെട്ടു, അല്ലെ? അതിന് പിന്നെ ഒരിക്കലും ആ മരത്തിനുള്ള ഗുണമോ അല്ലെങ്കിൽ വീണ്ടും അതിനകത്ത് കായ്കളോ പൂക്കളോ ഉണ്ടാവാനുള്ള കഴിവോ ഒക്കെ നഷ്ടപ്പെട്ട് വേറൊരു ചുള്ളിക്കമ്പായിട്ട് മാറി ഏതെങ്കിലും അടുപ്പിൽ പോയിട്ട് എരിഞ്ഞു തീരാനിരിക്കാൻ വിധി, അല്ലെ? അതുപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന ആ
വടവൃക്ഷത്തിന്റെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട് സ്വന്തം ഇഷ്ടത്തിന് പോയ ആൾക്കാരൊക്കെ വെറും ഒരു ഉണങ്ങിയ പാഴ്ത്തടിക്ക് സമാനമായിട്ട് മാറി എന്നാണ് പറയുന്നത് ചില ഭക്തിവിനോദ് ടാക്കൂർ. അപ്പോൾ എത്ര വലിയ പണ്ഡിതനായാലും സന്യാസിയായാലും ആരായാലും ശരി തന്നെ, യോഗിയാണെങ്കിൽ പോലും ഈ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന മഹാവൃക്ഷത്തിന്റെ എന്നുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്നും, കാരണം മഹാപ്രഭു അത്രയും ഉത്കൃഷ്ടമായിട്ടാണ് സെറ്റ് ചെയ്ത് നമുക്ക് വെച്ചിട്ട് പോയത് അല്ലെ. നമുക്കൊരു കാര്യം ഉപയോഗിക്കാനായിട്ട് നമുക്കറിയില്ല അതിനെപ്പറ്റി. ഇപ്പോൾ ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു ഉപകരണമോ നമുക്കൊരാൾ സെറ്റ് ചെയ്ത് തരികയാണ്, ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം, നമ്മൾ അതിന്റെ സെറ്റിംഗ്സ് മാറ്റിയിട്ട് നമ്മുടെ തോന്നിയാസം കാണിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല, കിട്ടില്ല. നമുക്ക് വീണ്ടും റീസെറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞും കൂടാ. അപ്പൊ മഹാപ്രഭു ശരിക്കും സാക്ഷാൽ കൃഷ്ണനായതുകൊണ്ട് അദ്ദേഹം ശാസ്ത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും അപഗ്രഥിച്ചും അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഉപദേശം എന്താണെന്ന് നമുക്ക് എല്ലാവരും തന്നിട്ട് പോയി. കാരണം ഭഗവാന് മാത്രമേ തരാൻ പറ്റൂ. ഈ കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ശരിയായിട്ട് കൃഷ്ണഭക്തി തരാൻ കൃഷ്ണന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് കൃഷ്ണൻ തന്നെ സ്വന്തം ഭക്തരൂപത്തിൽ അല്ലെ, ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തി, ഭഗവാൻ സ്വയം ഭക്തനായിട്ട് ഭക്തരൂപത്തിൽ വന്ന് അവതരിച്ച് നമുക്ക് കൃഷ്ണഭക്തി തന്ന് കൃഷ്ണപ്രേമം തന്നിട്ട് പോയി, ഹരിനാമം തന്നിട്ട് പോയി. അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ അത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പ്രധാന വ്യക്തി ആ സെറ്റിങ്സ് നമ്മൾ ചെയ്തു തന്നിട്ട് പോയാൽ അദ്ദേഹത്തിന് നമ്മൾ മറന്ന് നമ്മുടെ സന്തോഷം സെറ്റിങ്സ് മാറ്റി നമ്മൾ ചില പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കല്ലേ ചില മെഷീൻസിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അത് അറിയുന്ന ടെക്നീഷ്യൻ വന്ന് നമുക്ക് സെറ്റ് വെച്ചിട്ട് പോകും. നമ്മൾ തോന്നിയ ദിവസം കാണിച്ച് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അതിനെ റിപ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉള്ളതും കൂടെ എല്ലാം നശിച്ച് പോളാവും. പിന്നെ വീണ്ടും ആ ടെക്നീഷ്യൻ തന്നെ വന്ന് ശരിയാക്കി തരേണ്ടി വരും. അപ്പൊ മഹാപ്രഭു എന്തൊക്കെയാണ് സെറ്റ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ അവസാനം പറയുന്ന ലക്ഷ്യം ഹരിനാമം ജപിച്ച് ഗോലോകത്തിലേക്ക് തിരിച്ചു പോകുക, അല്ലെങ്കിൽ ആ കൃഷ്ണപ്രേമം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ മഹാപ്രഭു സെറ്റ് വെച്ച് ആ രീതിക്ക് മാത്രമേ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമുക്ക് ഫോളോ ചെയ്താൽ മാത്രമേ, നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഈ കെമിസ്ട്രിയിലൊക്കെ തന്നെ ഒരു നമ്മൾ ഫോർമുല കാണാൻ പഠിക്കും അല്ലെ, കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ. ആ ഇക്വേഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ ക്വാണ്ടിറ്റി എടുക്കുന്ന കെമിക്കൽസ് അതെല്ലാം ഒരു നേരത്തെ പരീക്ഷിച്ച് കറക്റ്റ് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതേ രീതിയിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. റിസൾട്ട് കിട്ടില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ദുരിതത്തിലേക്ക് അവസാനിക്കും. അതുപോലെയാണ് മഹാപ്രഭു സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ശാസ്ത്രം, ആ ഒരു രീതി സമ്പ്രദായത്തിന് അതേപടി ഫോളോ ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് സെറ്റിങ്സ് മാറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം നശിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ നിന്നിപ്പോ പല ആൾക്കാരും വേറെ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്, ആത്മീയമായിട്ട് ഒരു ഉയർച്ചയില്ലാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കുക എന്നാ പറയുന്നത്. പക്ഷെ ഇദ്ദേഹം ഇവിടെ പറയുന്നു, നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തെ പറ്റി പറയാണ്. ഇസ്കോൺ ഇന്ന് ചില പ്രഭുപാദർ ഈ അതിന്റെ വാർദ്ധക്യകാലത്ത് ഈ ചരക്ക് കപ്പലില് ഈ പാശ്ചാത്യരുടെ ഇടയിൽ പോയി പ്രചരിപ്പിച്ച് അവിടെ ഈ ഭക്തിയും ഭാഗവത ധർമ്മവും ഹരിനാമവും ഒക്കെ പ്രചരിപ്പിച്ച് പല സംസ്കാരത്തിൽ നിന്നും വളരെ അധപ്പതിച്ചിരുന്ന ഒരു ഒരു ജീവിത രീതിയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് മഹാവൈഷ്ണവരാക്കി അല്ലെ. പലരും വേദമന്ത്രങ്ങളെ ചൊല്ലി യാഗം ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളും പ്രതിഷ്ഠയും ഒക്കെ നടത്തുന്ന ആ ഒരു ലെവലിലേക്ക് അവരെ മഹാബ്രാഹ്മണർ വൈഷ്ണവരായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് മഹാപ്രഭുപാദ ഉയർത്തിയെടുത്തു അവരെ. പക്ഷെ ഇത് കണ്ടിട്ട് പല മായാവാദികൾക്കും ഇതിൽ അസൂയ ഉണ്ടെന്നാണ് പ്രഭുപാദ് പറയുന്നത് ഇവിടെ. കാരണം ഇവര് പലരെയും മാറ്റി നിർത്തി, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. പലരെയും വിഗ്രഹാരാധന നാമജപത്തിൽ നിന്നും അങ്ങനെ ചെയ്താൽ തന്നെ അവരെ നിങ്ങൾ ഇതിൽ അർഹതപ്പെട്ടവരല്ല, നിങ്ങൾ ഇന്ന ജാതിപ്പെട്ടവരല്ല എന്നൊക്കെ പറഞ്ഞൊരു കാലത്ത് അങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും. പക്ഷെ മഹാപ്രഭു വന്നത് എല്ലാവർക്കും ഭഗവാന്റെ ആ ഭക്തിയും തിരുനാമവും കൊടുത്ത് എല്ലാവരും തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ് മഹാപ്രഭു അവതരിച്ചത്. അപ്പോ ഈ സമ്പ്രദായത്തില് നമ്മുടെ പ്രഭുപാദർ നമുക്ക് ലോകത്തിന്റെ എല്ലാ തുറയിൽപ്പെട്ട അവർക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. എന്ത് കുലം, ജാതി, ഗോത്രം, സാമ്പത്തിക അവസ്ഥ, വിദ്യാഭ്യാസം ഇതൊന്നും ഇല്ലാതെയാണ് നമ്മുടെ ഭക്തന്മാര് ഭഗവാനെ പറ്റിയുള്ള ശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത്രയും നമുക്കെന്നറിയാം, കേരളത്തിൽ പഠിച്ചവർക്ക് അറിയാം, ഒരുപാട് നമുക്കും ഒരുപാട് പല മുമ്പൊക്കെ ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ചെയ്യാറുണ്ടായിരുന്നു. കളിയാക്കുക, അപഹസിക്കുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെയ്യുമായിരുന്നു, കളിയാക്കുമായിരുന്നു. പക്ഷെ ആരുടെയും ഒരു ഭൗതികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഗുണങ്ങളോ അല്ലെങ്കിൽ അവരുടെ പദവിയോ നോക്കാതെ എല്ലാവർക്കും ഭഗവാന് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഒരു ഹരകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇസ്കോൺ എന്ന് പറഞ്ഞ ശാഖ ഇവിടെ എടുത്തു പറയുന്നുണ്ട് പ്രഭുപാദ്. മറ്റ് ഏകദേശം ശാഖകളൊക്കെ പല വിധത്തിൽ ഇങ്ങനെ മഹാപ്രഭുവിനെ ഏതൊക്കെ ശാഖ മാറ്റിവെച്ചോ, മഹാപ്രഭുവിനെ വിട്ടുകളഞ്ഞോ അല്ലെ, ജീവനാടിയായിട്ടുള്ള മഹാപ്രഭുവിനെ വിട്ടുകളഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഒരു ജീവിയുടെ പ്രധാന അവയവം ഹൃദയമാണ്. ആ ഹൃദയത്തിന് ഇളക്കി എടുത്ത് മാറ്റിയിട്ട് പിന്നെ ആ ജീവിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയും പോലെ ഈ ജീവനാഡിയായിട്ടുള്ള ആ ജീവന്റെ അടിസ്ഥാനം നിൽക്കുന്ന ആ ചൈതന്യ മഹാപുരുഷനെ മാറ്റിവെച്ചിട്ട് എത്ര വലിയ പണ്ഡിതനായാലും എത്ര സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയാലും ഇവർക്കൊന്നും ഒരിക്കലും ആ ഒരു ഭക്തി കിട്ടുമോ? അവർ സ്പിരിച്വലി ആത്മീയമായിട്ട് മരിച്ചു പോവാണ് അവർ. ഈ മായാവാദികൾക്ക് നമ്മളോടൊരു വളരെയധികം അതിലൊരു ദേഷ്യമുണ്ട് പലർക്കും. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ നാമം ജപിക്കുന്നു, എല്ലാവരെയും ബ്രാഹ്മണരാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവർക്കും എതിർപ്പുകളും പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. മായാവാദം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈശ്വരനും ഞാൻ ഒന്നാണ്, നീ ഞാനും ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഫിലോസഫിയാണ് ഈ മായാവാദം എന്നുണ്ട് അല്ലെ? ആ മായാവാദം ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഈ ബുദ്ധിസത്തിന്റെ അതിപ്രസരം കാരണം നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും വൈദ്യ സംസ്കാരവും ചാതുർവർണ്ണയവും എല്ലാം നശിച്ചു പോയൊരവസ്ഥ. അതായത് വർണ്ണാശ്രമ ധർമ്മങ്ങൾ നശിച്ചു പോയൊരു കാലഘട്ടത്തിൽ ശങ്കരാചാര്യര് സ്വയം ശങ്കരൻ മഹാദേവൻ ബ്രാഹ്മണ രൂപത്തിൽ നമ്മുടെ കേരളത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. എന്നിട്ട് ഈ ബുദ്ധിസം അല്ലെ, ബൗദ്ധന്മാരെ തോൽപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ഒരു പ്രച്ഛന്ന ബുദ്ധനായിട്ട് അദ്ദേഹം വന്ന് ഒരു ഫിലോസഫി അവതരിപ്പിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജം മുടമതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ജഗന്നാഥാഷ്ടകം എഴുതി, പാണ്ഡുരംഗാഷ്ടകം എഴുതി, അങ്ങനെ ഒരുപാട് പറഞ്ഞെങ്കിലും ഇവർ ആദ്യം പറഞ്ഞ തന്നെ സ്റ്റക്കായി കുറെ ആൾക്കാർ. അദ്ദേഹം പറഞ്ഞ തത്വം എന്താണെന്ന് ഇവർക്ക് അല്ലേ, ഏകോ ദേവോ ദേവകി പുത്ര ഏവ എന്ന് ഗീതമാദ്യം പറയണം. ഒരേ ഒരു ആരാധനായിട്ടുള്ള പുരുഷൻ ഭഗവാൻ കൃഷ്ണനാണ്. ഒരേ ഒരു ശാസ്ത്രം ദേവകി പുത്ര ഗീതമാണ്. നമ്മൾ പറയേണ്ട നാമം എന്താണ്? ആ ദേവകി പുത്രന്റെ നാമമാണ് പറയേണ്ടത്. ഇതൊക്കെ പറഞ്ഞു. എന്നിട്ടും പലർക്കും ഒന്നും മനസ്സിലായില്ല. ഇപ്പോഴും മായാവാദികൾ ആ ഒരു തത്വത്തിൽ, ഒരു വരട്ട് തത്വവാദത്തിൽ തന്നെ ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കുകയാണ്. ശ്ലോകം ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആത്യന്തികമായിട്ടുള്ള ഉപദേശം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ചൈതന്യ ചരിതാമൃത മധ്യലീല 7-ാം അധ്യായം 128-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, യാരെ ദേഖ താരക കൃഷ്ണ ഉപദേശ അമാരാജ്ഞയ ഗുരു ഹയ താര ഏ ദേശ. നിങ്ങൾ എവിടെ പോയാലും ശരി, ആരെ കണ്ടാലും ശരി, നിങ്ങൾ എന്ത് പറയണം? കൃഷ്ണന്റെ ഉപദേശങ്ങൾ കൊടുക്കുക. ഗീതാ ഭാഗവതത്തിൽ പറയുന്ന ഭഗവാന്റെ നിർദ്ദേശങ്ങളും തത്വങ്ങളും ഒക്കെ എല്ലാവർക്കും അവരുടെ ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ നോക്കാതെ, യോഗ്യതകൾ നോക്കാതെ, അവർ ഏത് ജാതിയിൽപ്പെട്ടവരാണ്, വെളുത്ത് ജനിച്ചവരാണ്, ഏത് രാജ്യക്കാരാണ്, ഏത് നാഷണാലിറ്റി ആണ്, എത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഒന്നും നോക്കാതെ നിങ്ങൾ ആരെ കാണുന്നു അവർക്കെല്ലാം ഇത് മഹാപ്രഭു പറയുന്നത് എന്റെ ആജ്ഞയാണ്, കാണാൻ ഇടയാകുന്നവരെല്ലാം എന്റെ തത്വം നിങ്ങൾ പറയുക. കൃഷ്ണകഥയിലും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിലും താല്പര്യമുള്ളവർക്ക് ജീവശക്തി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കലിയുഗത്തില് പ്രത്യേകിച്ചും ഹരിനാമം ജപിക്കാതെ, ഭഗവാന്റെ ഈ ശാസ്ത്രം മനസ്സിലാക്കാതെ, മഹാപ്രഭുവിന്റെ മഹത്വം മനസ്സിലാക്കാതെ, മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം എന്താ മനസ്സിലാക്കാത്തവരൊക്കെ വെറും ഉണങ്ങിയ ചില്ലകൾ പോലെയാണ്. ഏതോ ഒരു അടുപ്പിൽ എരിഞ്ഞടങ്ങേണ്ട ഒരു വിറകൊള്ളിയായിട്ട് മാറും. അങ്ങനെ ആവണ്ട. ശരിക്കും ആ ഫലം ഉണ്ടാവുന്ന ഫലവൃക്ഷത്തിന്റെ ചില്ലകളായിട്ടാണ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞ സ്വീകരിച്ച് നമ്മളും നാമം ജപിച്ച് ഭഗവാന്റെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് നമ്മൾ കാണുന്നവർക്കെല്ലാം ഭഗവാന്റെ ഒരു കണ്ടീഷനും വെക്കാതെ, ഒരു ഉപാധികളും ഇല്ലാതെ, ഒരു നിബന്ധനകളും ഇല്ലാതെ ഈ മഹാപ്രഭുവിന്റെ ഈ ഉപദേശങ്ങളും ഹരിനാമവും വിതരണം ചെയ്ത് നമ്മളും ഈ ചൈതന്യ വൃക്ഷത്തിന്റെ എന്ന് പറയുന്ന ഗൗഡീയ സമ്പ്രദായത്തിന്റെ ഒരു പ്രധാന ശാഖയായിട്ട് നമുക്കും മാറാൻ സാധിക്കും. എങ്കിലേ നമ്മുടെ ജീവിതം കൊണ്ടൊരു അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ല. എല്ലാരെ പോലും നമ്മൾ ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഉണ്ണുന്നു, ഒരു നാള് മരിച്ചും പോകും. നമുക്ക് അറിഞ്ഞൂടെ എത്ര നാളാണ് നമ്മളോട് ജീവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല അല്ലേ? ഇപ്പോഴൊക്കെ 40, 50 കടന്നു കിട്ടിയ വലിയ അത്ഭുതമാണ്. അപ്പൊ ഏത് നിമിഷവും നമ്മുടെ ഈ ശരീരം നിലത്ത് പതിക്കാം. പക്ഷെ ആ ഒരു സമയത്തിന് മുമ്പ് നമ്മൾ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഒരു പാത പിന്തുടർന്ന് മഹാപ്രഭുവിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കും ഈ ജന്മം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ സ്വധാമത്തിൽ നമുക്കും പോകാൻ പറ്റും. പലർക്കും ഈ പ്രസ്ഥാനത്തോട് അസൂയുണ്ട്. കാരണം നമ്മൾ ഭക്തന്മാര് സർവവും മറന്നവര് ആടി പാടി നൃത്തം ചെയ്ത് ഒരു ടെൻഷൻ ഇല്ലാതെ അങ്ങ് സുഖമായിട്ട് ജീവിക്കണം. അപ്പൊ മറ്റു കാണുന്നവർക്ക് ഇവരെന്താണ് ഇങ്ങനെ ചെയ്യേണ്ടത്?
ഇവർക്ക് എന്താ പ്രശ്നമൊന്നുമില്ലേ? എന്താ അങ്ങനെ ഒരു അസൂയയും നമ്മുടെ ഭക്തന്മാരുടെ അടുത്ത് മറ്റുള്ളവർക്കുണ്ട്. എങ്കിൽ പോലും അവർക്ക് ചെയ്താൽ അവർക്ക് കിട്ടും. പക്ഷെ അത് ചെയ്യാനുള്ള അവരുടെ ഒരു വിദ്യാഹങ്കാരം, അവരുടെ ഈഗോ അവർക്ക് ഇത് അനുവദിച്ച് തരുന്നില്ല. അതാണ് പ്രശ്നം. ഇതിലോട്ട് ചെയ്യാൻ ഇറങ്ങി പൊതുവെ മലയാളികൾക്ക് അറിയാമല്ലോ. ഇറങ്ങി നൃത്തം ചെയ്യാനും അല്ലെങ്കിൽ കൈകൊട്ടി കീർത്തനം ചെയ്യാനും ഒക്കെ ഒരു അവരുടേതായിട്ടുള്ള ഒരു ഷൈനസ്, ഒരു നാണവും ഇതൊക്കെ ഉണ്ട് മലയാളികൾക്ക് പൊതുവെ. അപ്പൊ അവർക്കൊട്ട് ചെയ്യാനും വയ്യ, മറ്റുള്ളവർ ചെയ്യണം കാണുമ്പോൾ കളിയാക്കുക, പുച്ഛിക്കുക. പക്ഷെ ശ്രീമദ് ഭാഗവതം പറയുന്നല്ലോ, സ്തോഭം ഹേളനം ഏവാവ എന്ന് പറയുന്നത്, നമ്മള് ഒരാളുടെ ഈ ഹരിനാമത്തിനെ പറ്റിയിട്ട്, ഹരിനാമം ഒരാളെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലോട്ട് ഭാവിച്ചോ അല്ലെങ്കിൽ വ്യംഗ്യ രീതിയിലോ ആംഗ്യത്തിലോ എങ്ങനെ വേണമെങ്കിലും ഈ ഹരിനാമം പറയുകയാണെങ്കിൽ ഒരിക്കൽ പറഞ്ഞാൽ അവനെന്റെ ഗുണം പൂർണ്ണമായിട്ട് ലഭിക്കും. അല്ലെ, പണ്ടൊക്കെ നമ്മളെ കാണുമ്പോൾ അറിയില്ലേ, പണ്ടൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു 10-25 വർഷം മുമ്പൊക്കെ ഉള്ള കാര്യമാണ്. ഹരേ കൃഷ്ണ അന്ന് നമ്മൾ പോകുമ്പോൾ കളിയാക്കും നമ്മളെ, അല്ലെ, തിരക്കിട്ട് പോകുമ്പോൾ കളിയാക്കാം, ഹരേ കൃഷ്ണ വേണം, ഹരേ കൃഷ്ണ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം, ഹരിനാമം അജ്ഞാതമായിട്ടെങ്കിലും ആ നാമം തിരുനാമം എടുത്ത് പറയുന്നത്. കലിയുഗത്തിലെ ധർമ്മം അതാണല്ലോ, യുഗധർമ്മം അതായത് കാരണം അറിഞ്ഞോ അറിയാതെയോ ഒരാൾ ആ നാമം പറയുമ്പോൾ അയാൾക്ക് തന്നെ ഗുണം ലഭിക്കും. നമ്മൾ ഒരു അഗ്നിയിൽ ഒരു കുട്ടി അറിയാതെയോ അറിഞ്ഞോ കൈവയ്ക്കുമ്പോൾ അങ്ങനെ പൊള്ളിലേക്കുന്നു, അതിന്റെ റിയാക്ഷൻ വരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമം അറിഞ്ഞോ അറിയാതെയോ വേറൊന്നായിട്ട് ഭാവിച്ചെങ്കിൽ, അല്ലെ, നമ്മുടെ ഹരിനാമ കീർത്തനത്തിൽ അതിനെ പറയുന്നു, അല്ലെ, എഴുത്തച്ഛൻ വേറൊന്ന് ഭാവിച്ചായിട്ടെങ്കിലും നിങ്ങൾ നാമം ഒന്ന് പറയുക, അല്ലെ. നാമം ജപിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം, കലിയുഗ ധർമ്മം. അതുകൊണ്ടാണല്ലോ ശ്രീ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെയും ഹരിദാസ് ഠാക്കൂറിനെയും കൂടെ ഒരു ഭക്തനെയും കൂടെ അദ്ദേഹം അങ്ങനെ അയക്കും. എനിക്ക് തോന്നുന്നു ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും ഹരിദാസ് ഠാക്കൂറും ഇനിയൊരു ഭക്തനും കൂടെ പോകുന്നത് എന്തിനാണ്? നാമഭിക്ഷയ്ക്കായിട്ട് പോകും. നാമഭിക്ഷ ഓരോ വീട് വീട് മഹാപ്രഭു അയക്കുന്നതാണ് പറയുന്നത് പോകാനായിട്ട്. എന്താ ഭിക്ഷ? സാധാരണ ഭിക്ഷക്കാർ വന്നിട്ട് അല്ലെങ്കിൽ സന്യാസിമാർ വന്നിട്ട് എന്ത് ചെയ്യും? വീടിന് മുമ്പിൽ വന്നിട്ട് അരിയോ ഭക്ഷണ സാധനം അരിയൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും യാചിക്കുന്നത്, അല്ലെ. പക്ഷെ ഈ നിത്യാനന്ദ പ്രഭു അതിന് കൂടെയുള്ള ഭക്തനും പോയിട്ട് യാചിക്കുന്നത് ഹരിനാമമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഹരിനാമം പറയൂ, ഞങ്ങൾക്ക് അപ്പൊ ചെന്ന് വാതിൽ തട്ടുമ്പോൾ ചോദിക്കും എന്താ വേണ്ടെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് വേണ്ടത് നാമഭിക്ഷയെ വേണ്ടെന്ന് പറയും. നിങ്ങൾ ഒരിക്കലെങ്കിലും പറയൂ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ തിരുനാമം ഒരിക്കലെങ്കിലും നിങ്ങൾ പറയൂ എന്ന് ആ ഒരു ഭിക്ഷയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മഹാപ്രഭുവിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു ഉപദേശം അല്ലെങ്കിൽ ശിക്ഷണം എന്താണ്? യാരേക്ക് താരേക്കഹോ കൃഷ്ണ ഉപദേശ അമരാജ്ഞ ഗുരുഹയ താരയേ ദശ. നിങ്ങൾ ആരെ കാണോ അവരെ കൊണ്ട് നാമം ജീവിപ്പിക്കുക, ഭഗവാൻ നാമത്തിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുക, ഗീതയെ പറ്റി പറഞ്ഞു കൊടുക്കുക, ശ്രീമദ് ഭാഗവതത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. ആ ജീവാത്മാക്കളെ എങ്ങനെയെങ്കിലും ഭഗവാനായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഭഗവത്ഗീതയെ പറയുന്നത്. ശ്ലോകം 74. से आचार्य रे कृपार भाजन अनायासे पाइला से चैतन्य चरण, से आचार्य रे कृपार भाजन अनायासे पाइला से चैतन्य चरण. വിവർത്തനം. മഹാപ്രഭുവിന്റെ പാത കൃത്യമായി പിന്തുടർന്ന ഭക്തന്മാർ അദ്വൈതത്തിന്റെ കാരുണ്യത്താൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ചരണാശ്രയം നിഷ്പ്രയാസം നേടി. അപ്പൊ ആരൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാത പിന്തുടർന്നോ അവരെല്ലാം അവരുടെ ജീവിതം സാർത്ഥകമായിട്ട് മാറി. ശ്ലോകം 75. അച്യുതേരായി മത സെയ് മത സാര ആരായത മത സഭ ഹൈലചര ഖര. അച്യുതേരായി മത സെയ് മത സാര ആരായത മത സഭ ഹൈലചര ഖര. അത് അടുത്ത് പറയുന്നത് അച്യുതാനന്ദ എന്നൊരു ഭക്തനെ പറ്റി പറയുന്നത്, ഈ പരമ്പരയിൽ വരുന്ന അദ്വൈതാചാര്യരുടെ. ആയതിനാൽ അച്യുതാനന്ദന്റെ പാത ആത്മീയ ജീവിതത്തിന്റെ സാരമായി കണക്കാക്കേണ്ടതുണ്ട്. ഈ പാത പിന്തുടരാഞ്ഞവർ ചിതറിപ്പോയതായി കാണാം. അപ്പൊ അടുത്ത് വരുന്ന ഭക്തൻ അച്യുതാനന്ദൻ എന്ന ഭക്തനാണ്. അദ്ദേഹം ശ്രീ ചൈതന്യപ്രഭുവിന്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിന് ഭഗവാനായിട്ട് അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അതുപോലെ സ്വീകരിച്ച് അതിൽ പിന്തുടർന്ന ബാക്കി ഭക്തന്മാരെല്ലാം രക്ഷ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 76. സേ ആചാര്യ ഗണേ മോര കോടി നമസ്കാർ അച്യുതാനന്ദ പ്രായ ചൈതന്യ ജീവനയൻ ഹര.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആ ശ്ലോകത്തിനൊന്ന് വായിക്കുമോ മതി, എന്റെ ട്രാൻസ്ലേഷൻ കിട്ടുന്നില്ല ഇവിടെ. ഹരേ കൃഷ്ണ വായിക്കട്ടെ പ്രഭു? ആ വായിച്ചോളൂ മതി. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ശിവനായി കരുതിയ അച്യുതാനന്ദന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഞാൻ കോടി നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവനായി കരുതിയ അച്യുതാനന്ദൻ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്. അപ്പൊ യഥാർത്ഥ അനുയായികൾക്ക് ഞാൻ കോടി നമസ്കാരം. അങ്ങനെ ആരൊക്കെ ഭഗവാന്റെ ആ ഒരു യഥാർത്ഥ ഇതിലോട്ട് വന്നോ അവർക്ക് എന്റെ കോടി നമസ്കാരം എന്ന് പറയണം ഇവിടെ. അടുത്ത ശ്ലോകം 77. ഏയിതാകഹീലാൻ ആചാര്യഗോ സായി രഗണ തീന സ്കന്ദ ശാഖര കൈല സംക്ഷേപ ഗണനം. ഏയിതാകഹീലാൻ ആചാര്യഗോ സായി രഗണ തീന സ്കന്ദ ശാഖര കൈല സംക്ഷേപ ഗണനം. അപ്രകാരം താൻ അദ്വൈതാചാര്യന്റെ പിൻഗാമികളുടെ 3 ശാഖകളെ അച്യുതാനന്ദൻ, കൃഷ്ണമിശ്രൻ, ഗോപാലൻ സംഗ്രഹിച്ച് വിവരിച്ചു. അപ്പം മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞല്ലോ, ഇത്രയും ഈ ശാഖയാണ് മഹാപ്രഭു ശേഷം അദ്വൈതാചാര്യ വഴി വരുന്ന ഈ ശാഖകൾ. അല്ല, ആരൊക്കെ മഹാപ്രഭുവിനെ അനുസരിച്ചു, മഹാപ്രഭുവിനെ അതേപോലെ ഫോളോ ചെയ്തു, എല്ലാത്തവരും അതിനെപ്പറ്റിയൊക്കെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശാഖ, ശ്ലോകം 78. ശാഖാവോപശാഖ താരാന അഹിഗണനം കിച്ചു മാത്ര കാഹികാരി ദിഗ്ദർശനം. ശാഖാവോപശാഖ താരാന അഹിഗണന കിച്ചു മാത്ര കാഹികാരി ദിഗ്ദർശനം. അദ്വൈതാചാര്യന്റെ അസംഖ്യം ശാഖോപശാഖകളുണ്ട്. അവയെ വായിക്കണോ പ്രഭു? വായിച്ചോളൂ മതി, വായിക്കൂ. അവയെ എണ്ണത്തിട്ടപ്പെടുത്തുക വിഷമകരമാണ്. ഞാൻ അവയുടെ ഒരു ക്ഷണദർശനം മാത്രം നൽകിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ശാഖകളായിട്ട് ഇതിങ്ങനെ മുൻപോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരുപാട് ഗുരുശിഷ്യ എന്താ പറയുക സമ്പ്രദായങ്ങൾ, അങ്ങനെ ശാഖകൾ, അങ്ങനെ ഉപശാഖകളായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്ത വയ്ക്കും. ഹരേ കൃഷ്ണ പ്രഭു. അദ്വൈത ആചാര്യന്റെ ശ്ലോകം വായിക്കണോ പ്രഭു? ശ്ലോകം വായിക്കും മതി. നമ്പർ എത്രയായിരുന്നു? ശ്രീ ഗദാധര പണ്ഡിത ശാഖ മഹോത്തമ തൻട്ര ഉപശാഖ ഖിഞ്ചു കരിയ ഗണന. അദ്വൈതാചാര്യന്റെ ശാഖകളെയും ഉപശാഖകളെയും കുറിച്ച് വിവരിച്ച ഞാൻ ഇനി മഹനീയമായ ഗദാധര പണ്ഡിതന്റെ, ഹരേ കൃഷ്ണ, ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഗദാധര പണ്ഡിതന്റെ മുഖ്യ ശാഖകളെ കുറിച്ച് വിവരിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയത്, ഞാൻ ഈ മൊബൈലിൽ നോക്കണം, അതുകൊണ്ട് ചില പേജസ് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്, സോറി. അപ്പൊ ഇതില് അദ്വൈതാചാര്യ ശാഖകളെ പറ്റി നമ്മൾ വിവരിച്ചു. അദ്വൈതാചാര്യ ശാഖകൾക്ക് എങ്ങനെ ഭഗവാനെ ശരിക്കും ആരൊക്കെ ഫോളോ ചെയ്തു, ചൈതന്യമാപ്രഭുവിനെ ഫോളോ ചെയ്ത് തിരസ്കരിച്ച ആൾക്കാർ ആരൊക്കെ, അവർക്ക് എന്ത് സംഭവിച്ചു, അവരുടെ കൊണ്ടുള്ള ഗുണദോഷങ്ങൾ എന്താണ്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്തിന് ഗദാധര പണ്ഡിറ്റ്. അപ്പോൾ ചൈതന്യമാപ്രഭുവിന് ശേഷം വന്ന ആൾക്കാർ, എല്ലാ ഭക്തന്മാരും അവർ അങ്ങോട്ട് പരമ്പരകൾ വരുമല്ലോ മുമ്പോട്ട്. അപ്പൊ അവരെ പറ്റി ഇവിടെ വിശദീകരിക്കുകയാണ്. ഇതില് ശാഖ, ശ്ലോകം 80. ശാഖാ ശ്രേഷ്ഠ ധ്രുവാനന്ദ ശ്രീധര ബ്രഹ്മചാരി ഭഗവതാചാര്യ ഹരിദാസ ബ്രഹ്മചാരി. ഇപ്പോ വിവർത്തനം. ഗദാധര പണ്ഡിറ്റിന്റെ മുഖ്യ ശാഖകൾ ശ്രീ ധ്രുവാനന്ദൻ, ശ്രീധര ബ്രഹ്മചാരി, ഹരിദാസ് ബ്രഹ്മചാരി, രഘുനാഥ ഭാഗവതാചാര്യൻ എന്നിവരാണ്. ഭാവാർത്ഥം. ഗൗരഗണോദ്ദേശ ദീപിക 152 ശ്ലോകം. ധ്രുവാനന്ദ ബ്രഹ്മചാരി ലളിതയുടെ ഒരു അവതാരമായും 194, 99, 199 ശ്ലോകം ശ്രീധര ബ്രഹ്മചാരിയെ ചന്ദ്രലതിക എന്ന ഗോപിയായും വിവരിച്ചിരിക്കുന്നു. ഇപ്പൊ ഇതില് ഒരു കവി കർണപൂര എന്ന് പറയുന്ന ശിവാനന്ദസേന എന്നൊരു ഭക്തൻ ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ശിവാനന്ദസേന എന്നൊരു ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ മായപ്പൂരിൽ നിന്നും നവദ്വീപിൽ നിന്നൊക്കെ ഭക്തന്മാരെ വളരെ
കൂട്ടം കൂട്ടമായിട്ട് ധാമങ്ങൾ നമ്മുടെ ജഗസേജപ്രഭു ചെയ്യുന്ന പോലെ ഭക്തന്മാരെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കുറെ ധാമങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സേവനം അദ്ദേഹത്തിനായിരുന്നു. ശിവാനന്ദ സേന അപ്പോൾ മഹാപ്രഭുവിന്റെ അത് സമകാലീനായിരുന്നു, ഫോളോവർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനാണ് കവി കർണപൂര എന്ന് പറയുന്ന ഒരു മഹാഭക്തൻ. ഒരു ഗണോദ്ദേശ ദീപിക എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതില് വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അത് പ്രിന്റിംഗ് രൂപത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഓൺലൈനിലൊക്കെ ഉണ്ട്. അതില് ഓരോ കൃഷ്ണലീലയിൽ വന്ന ആൾക്കാരും വ്യക്തികളും ആരൊക്കെയാണ് ഈ മഹാപ്രഭു വന്നപ്പോഴത്തേക്കും ഏതൊക്കെ രൂപത്തിലാണ് വന്നത്, കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഒരുവിധം ഒരു ലെവലിൽ എത്തിയവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പൊ ചൈതന്യചരിതം കേൾക്കുന്ന ആൾക്കാർ മിക്കവർക്കും ആ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തുടക്കക്കാരുടെ നമുക്കൊന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവണം എന്നില്ല, വിശ്വസിക്കണമെന്നില്ല. അവര് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു അപരതായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ചൈതന്യചരിതാമൃതം ക്ലാസ് ആയതുകൊണ്ട്, നല്ല ചർച്ച ആയതുകൊണ്ട് നമുക്ക് പറയാൻ തെറ്റില്ലാന്ന് തോന്നുന്നു. ഈ ഗൗരഗണോത്സവത്തിൽ ഓരോ ഇതിൽ ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികളുടെ പ്രഭാവം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ പല അവതാരങ്ങളും ഭഗവാൻ വന്നപ്പോൾ കൂടെ ഉണ്ടാകും. കാരണം ചൈതന്യ മഹാപ്രഭു വന്നപ്പോഴത്തേക്കും സ്വയം കൃഷ്ണ ആയതുകൊണ്ട് കൂടെ ബലരാമനെയും രാധാറാണിയെയും ഒക്കെ കൂടെ കൊണ്ടുവന്നു, നാരദരെയൊക്കെ കൂടെ കൊണ്ടുവന്നു. ലീലാമാത്ര വിശേഷങ്ങൾക്കായിട്ട് എല്ലാവരെയും കൂടെ കൊണ്ടുവന്നാണ് ശാസ്ത്രങ്ങളിലും ആചാര്യന്മാരും പറയുന്നത്. അപ്പം ഇതില് ധ്രുവാനന്ദ ബ്രഹ്മചാരി പല ഗോപികമാരും മഞ്ജരിമാരും ഒക്കെ അവിടെ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് പറഞ്ഞ മഹാപ്രഭുവിന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ട്. ശ്ലോകം 81. അനന്താചാര്യ കവി ദത്ത മിശ്ര നായന ഗംഗാമന്ത്രി മാമു തകൂര കണ്ഠഭരണം. അനന്താചാര്യ കവി ദത്ത മിശ്ര നയന ഗംഗാമന്ത്രി മാമു തകൂര കണ്ഠഭരണം. അഞ്ചാമത്തെ ശാഖ അനന്താചാര്യനായിരുന്നു. ആറാമത്തേത് കവിദത്തൻ, ഏഴാമത്തേത് നയനമിശ്രൻ, എട്ടാമത്തേത് ഗംഗാമന്ത്രി, ഒമ്പതാമത്തേത് മാമു ഠാക്കൂർ, പത്താമത്തേത് കണ്ഠാഭരണൻ. അപ്പോ നമ്മൾ ശ്രീല പ്രഭുപാദരുടെ യഥാരൂപത്തിന്റെ ഫ്രണ്ടിൽ 32 ആചാര്യന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ബ്രാഞ്ച് മാത്രമാണ്. അതുപോലെ പല ബ്രാഞ്ചുകളും പല സൈഡിൽ നിന്ന് അങ്ങനെ പോകുന്നുണ്ട്. അതിൽ ഒരു ബ്രാഞ്ച് മാത്രം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഇസ്കോണിന്റെ ബ്രാഞ്ച് നമ്മൾ ആ പേര് കൊടുത്തിരിക്കുന്നതാണ്. അത് നോക്കി എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ ആ സമ്പ്രദായ, ആ പരമ്പരയുടെ ലിസ്റ്റ്. പ്രഭുപാദ് അതിൽ 32ാമത്തെ ആചാര്യനാണ് ആ ശാഖയിൽ. ഇത് അല്ലാതെ പല ശാഖകളെ പറ്റി പറയുന്നുണ്ട് ഇവിടെ. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദ് ഗൗരഗണോദശ ദീപിക 197 207 ശ്ലോകങ്ങൾ കവി ദത്തനെ കലകണ്ഠി എന്ന ഗോപികയായും 196 207 നയനമിശ്രനെയും നിത്യമഞ്ജരി എന്ന ഗോപികയായും 190 205 ഗംഗാമന്ത്രിയെയും ചന്ദ്രിക എന്ന ഗോപിയായും വിവരിച്ചിരിക്കുന്നു. ജഗന്നാഥ ചക്രവർത്തിയാണ് എന്ന് യഥാർത്ഥ നാമമുള്ള മാമു ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാമഹനായ ശ്രീ നീലാംബരി ചക്രവർത്തിയുടെ അനന്തരവനായിരുന്നു. ബംഗാളിൽ മാതുലനെ മാമ എന്നും കിഴക്കൻ ബംഗാളിലും ഒറീസയിലും മാമു എന്നും വിളിക്കുന്നു. അപ്രകാരം ജഗന്നാഥ ചക്രവർത്തി മാമ അഥവാ മാമു ഠാക്കൂറായി അറിയപ്പെടുന്നു. ഫരീദ്പൂർ ജില്ലയിലെ മഗ്ഡോബ എന്ന ഗ്രാമത്തിലായിരുന്നു മാമു ഠാക്കൂർ വസിച്ചിരുന്നത്. ശ്രീ ഗദാധര പണ്ഡിറ്റിന്റെ വേർപാടിന് ശേഷം മാമു ഠാക്കൂർ ജഗന്നാഥപുരിയിലെ ഛോട്ടാ ഗോപിനാഥ ക്ഷേത്രത്തിലെ പുരോഹിതനായി. ചില വൈഷ്ണവരുടെ അഭിപ്രായ പ്രകാരം മാമു ഠാക്കൂർ മുമ്പ് രൂപമഞ്ജരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രഘുനാഥ ഗോസ്വാമി, രാമചന്ദ്രൻ, രാധാവല്ലഭൻ, കൃഷ്ണജീവൻ, ശ്യാമസുന്ദരൻ, ശാന്താമണി, ഹരിനാഥൻ, നവീനചന്ദ്രൻ, മതിക് ലാലൻ, ദയാമയി, കുഞ്ചവിഹാരി എന്നിവരായിരുന്നു മാമു ഠാക്കൂറിന്റെ അനുയായികൾ. അപ്പോ അനന്ത ചട്രാജൻ എന്ന യഥാർത്ഥ നാമം ഉണ്ടായിരുന്ന കണ്ഠാഭരണൻ കൃഷ്ണലീലയിൽ ഗോപാലി എന്ന ഗോപികയായിരുന്നു. അപ്പം ഈ പറഞ്ഞ തന്നെയാണ് ഈ മാമു ഠാക്കൂർ. നമ്മുടെ കേരളത്തിലൊക്കെ മാമ എന്ന് വിളിക്കുമല്ലോ അല്ലെ, അമ്മാവനെ അമ്മാവ മാമ എന്ന് വിളിക്കുക. അപ്പൊ അതുപോലെ ബംഗാളിൽ, നമ്മുടെ ഇന്നത്തെ വെസ്റ്റ് ബംഗാളില് മാമ എന്നും, നമ്മുടെ കിഴക്കൻ ബംഗാളില് മാമു, ഒറീസയിൽ മാമു എന്നും അമ്മാവനെ പറയും. അങ്ങനെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയുടെ അച്ഛൻ ശശി മാതാവിന്റെ അച്ഛനാണല്ലോ ജഗന്നാഥ് ശശി മാതാവിന്റെ അച്ഛൻ നീലാംബർ ചക്രവർത്തി ഠാക്കൂർ അല്ലെ, അദ്ദേഹത്തിന്റെ അനന്തരനായ ഈ ജഗന്നാഥ ചക്രവർത്തി ആയതുകൊണ്ട് അദ്ദേഹം അമ്മാവനായിട്ട് വരുമല്ലോ പറഞ്ഞു വരുമ്പോ. അപ്പൊ അമ്മാവനെ മാമു എന്ന് വിളിച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് വേറെ ആണെങ്കിലും ഈ മാമു എന്നുള്ള പേരിലാണ് അദ്ദേഹം പിന്നെ
അറിയപ്പെട്ടിരുന്നത്. അതിനൊരു കാരണം പറയാണ്. അപ്പോ ഹരേ കൃഷ്ണ. വായിക്കണോ പ്രഭു? അപ്പോ ഇദ്ദേഹത്തിന് അപ്പൊ ഈ പറയുന്ന പേരുകളൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ മതി. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഇത് പറയാനില്ല. ഈ പേരുകൾ ഇങ്ങനെയാണ്: രഘുനാഥ ഗോസ്വാമി, രാമചന്ദ്രൻ, രാധാവല്ലഭൻ, കൃഷ്ണജീവനൻ, ശ്യാമസുന്ദരൻ, ശാന്താമണി, ഹരനാഥൻ, നവീനചന്ദ്രൻ, ഇങ്ങനെ കുഞ്ചി വിഹാരി, ഇവരാണ് ഈ മാമു ടാക്കൂറിന്റെ ചൈതന്യപ്രഭുവിന്റെ അമ്മാവനായിട്ടുള്ള ഈ മാമു ടാക്കൂറിന് ഇങ്ങനത്തെ അനുയായികൾ ഉണ്ടായിരുന്നു. ശ്രീ അനന്ത ചട്ടരാജൻ എന്ന യഥാർത്ഥ നാമുണ്ടായിരുന്ന കണ്ഠേശ്വരൻ, കണ്ഠാഭരണൻ, കൃഷ്ണലീല ഗോപാലൻ. അപ്പൊ ഈ കൃഷ്ണലീലയിലും ചൈതന്യയിൽ ഒരുപാട് സിമിലാരിറ്റീസ്, ഒരുപാട് വ്യക്തിത്വങ്ങൾ അങ്ങനെ അവതരിച്ചിട്ടുണ്ട്. ഇപ്പോ കൃഷ്ണനായിട്ട് ചൈതന്യപ്രഭു വന്നു, നിത്യാനന്ദ പ്രഭു ബലരാമൻ നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നു, രാധാറാണി ഗദാധർ പണ്ഡിറ്റായിട്ട് വന്നു, വിഷ്ണു സദാശിവമൂർത്തി അദ്വൈതാചാര്യരായിട്ട് വന്നു, ശിവാസ് പണ്ഡിറ്റ് സാക്ഷാൽ നാരദനായിരുന്നു. അതുപോലെ തന്നെ കംസൻ ആരായിട്ട് വന്നു? ചാന്ദകാശിയായിട്ട് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ചാന്ദകാശി ഭഗവാൻ ഈ നാമസങ്കീർത്തനത്തിന് തടസ്സപ്പെടുത്തി, ഭഗവാന്റെ സങ്കീർത്തനത്തിന് തടസ്സപ്പെടുത്തിയത് മഹാപ്രഭു ഒരു പ്രക്ഷോഭമായിട്ട് അതിന്റെ കൊട്ടാരത്തിലേക്ക് പോയതൊക്കെ പലർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് കംസന്റെ ഒരു അംശമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ പലരും ഇപ്പൊ എടുത്തു പറയാൻ ഒരുപാടുണ്ട് ലിസ്റ്റ്. അങ്ങനെ ഓരോ വ്യക്തികളും ചൈതന്യ ചരിതാമൃതത്തിലെ ഓരോ വ്യക്തികളും കൃഷ്ണലീലയിലെ ഓരോ വ്യക്തിത്വങ്ങളാണ്. അവര് ഭഗവാന്റെ ലീലകളെ സഹായിക്കാനായിട്ട് ഇവര് പലരും ഇങ്ങോട്ട് ഈ രൂപം എടുത്ത് വരുന്നതാണ് ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ട്. നമ്മൾ ഓരോ ഡ്രാമയിൽ നമ്മൾ സെറ്റ് പോകുമ്പോഴത്തേക്കും ആ ടീമും സെറ്റിങ്സും ഒക്കെ ആയിട്ടല്ലേ പോകുന്നത് അടുത്ത ഡ്രാമയിലോട്ട്, അല്ലെ അടുത്ത സ്റ്റേജിലോട്ട്, അടുത്ത വേദിയിലോട്ട്. അതുപോലെ തന്നെ ഭഗവാനും വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള ക്വാളിഫൈഡ് അസോസിയേറ്റ്സിനെ കൂടെ കൊണ്ടുവരാറുണ്ട്, അല്ലെ? നമ്മൾ എപ്പോഴും ഒരു നാടകത്തിൽ കൂടെ കൊണ്ടുപോകും നല്ലതായിട്ട് കളിക്കുന്ന ആൾക്കാരല്ലേ കൂടെ കൊണ്ടുപോകും എപ്പോഴും, അല്ലെ? അതെന്ന് പറയുമ്പോൾ ഭഗവാന്റെ വിശ്വസ്തരായിട്ടുള്ള ഈ നന്നായിട്ട് ലീലകൾ ആടാൻ അറിയാവുന്ന ഭക്തന്മാരെ, അന്തരംഗ ഭക്തന്മാരെ കൂടെ ഭഗവാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ശ്ലോകം 82. ഭൂഗർഭ ഗോസാനി ആര ഭാഗവത ദാസ ഏയി ദുയി ആസി കേല വൃന്ദാവനേ വാസാം. അപ്പോ ഗദാധര പണ്ഡിതന്റെ 11ാമത്തെ ശാഖ ഭൂഗർഭ ഗോസ്വാമിനിയും 12ാമത്തേത് ഭാഗവതദാസനുമായിരുന്നു. ഇരുവരും വൃന്ദാവനത്തിലേക്ക് പോവുകയും ആയുഷ്കാലം മുഴുവൻ അവിടെ വസിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ഗൗഡീയ വൈഷ്ണവരാൽ അംഗീകൃതമായ വൃന്ദാവനത്തിലെ പ്രധാനപ്പെട്ട 7 ക്ഷേത്രങ്ങളിൽ ഗോവിന്ദ, ഗോപിനാഥ, മദനമോഹന, രാധാരമണ, ശ്യാമസുന്ദര, രാധാദാമോദര, ഗോകുലാനന്ദ. ഇങ്ങനത്തെ ഗോകുലാനന്ദ ക്ഷേത്രം പണികഴിപ്പിച്ച ലോകനാഥ ഗോസ്വാമിയുടെ ഉറ്റമിത്രമായിരുന്നു ഭൂഗർഭ ഗോസാനി. അദ്ദേഹം മുമ്പ് പ്രേമമഞ്ജരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇതിൽ വളരെ ഇപ്പൊ ചരിതാമൃതത്തിന് വളരെ സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോപ്യമായിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചരിതാമൃതം എന്ന് പറയുന്നത് തന്നെ ഒരു PhD ലെവൽ ഓഫ് സ്റ്റഡിയാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതം ഗീതയൊക്കെ പഠിച്ച് തറവായ മാത്രമേ ഇതൊക്കെ ഈ ഒരു രസങ്ങള് ഭഗവാന്റെ അന്തരംഗമായിട്ടുള്ള ലീലകളാണ് ഇതെല്ലാം. ഇതൊക്കെ അത്രയും മനസ്സിലാക്കണം, അത്രയും നമ്മൾ നല്ലോണം നാമം ജപിക്കണം, ഈ ഫിലോസഫിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം, നല്ലോണം സേവനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് അല്ല ചുമ്മാ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവണം, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രയും നമ്മൾ ഒരു പ്യൂരിഫിക്കേഷന്റെ ലെവലിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടാൽ മാത്രമേ ഈ പറയുന്ന ഈ അന്തരംഗമായിട്ടുള്ള ഈ സീക്രട്ട് ലീലകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. സമയമായി മതി എനിക്ക് അടുത്ത് സമയമായി പ്രഭു. സേവയ്ക്ക് സമയമായി, 6 മണിക്ക് എത്തണം. ഓക്കെ, താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എനിക്ക് എങ്ങനെ ചോദിക്കാനൊക്കെ മനസ്സിലായില്ല. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നില്ല, അയ്യോ ഒന്ന് പറയില്ലേ, പിന്നെ ശങ്കരാചാര്യ തന്നെ ഭജഗോവിന്ദം പറഞ്ഞു. പിന്നെ ഏകമൂർത്തി ഭഗവാൻ, കൃഷ്ണസ്തു ഭഗവാൻ. എന്നിട്ടും അവര് എന്ത് പറഞ്ഞ് ഖണ്ഡിക്കേണ്ടതെന്താ പറഞ്ഞേ? പ്രഭു ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. പ്രഭു അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും.
ശങ്കരാചാര്യര് തന്നെ ഭജഗോവിന്ദം ഭജഗോവിന്ദം പറഞ്ഞു. പിന്നെ ഏകസ്ഥ ആ ശ്ലോകം പറഞ്ഞു. എന്നിട്ടും അവര് ഖണ്ഡിക്കുന്നതല്ല. അവരെന്താണ് ഖണ്ഡിക്കുന്നത്? അവര് ആദ്യം പറഞ്ഞു തന്നിരിക്കുന്നു, അവസാനം പറഞ്ഞതിലോട്ട് വരുന്നില്ല അവർ. അവസാന കാലഘട്ടങ്ങളാണ് അദ്ദേഹം, അവസാനമൊക്കെ ആണല്ലോ ഈ ഭജഗോവിന്ദം പാടിയത് ഒക്കെ പറഞ്ഞു. അതെ. അതിൽ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ്. ഇങ്ങോട്ട് അവര് അവിടെ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് ഇമ്പ്രൂവ് ആവുന്നില്ല ജനങ്ങൾ. അവർക്ക് അതാണ് ഇഷ്ടം തോന്നുന്നു. സ്വയം ഇപ്പൊ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി, നമ്മൾ സ്വയം എല്ലാവരും ദൈവം എന്ന് പറയുന്ന ഫിലോസഫി വിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഞാനും ദൈവം, നീയും ദൈവം, അവനും ദൈവം, ഇവനും ദൈവം എന്ന് പറയണതല്ലേ ഒരു രസം, കേൾക്കാൻ രസം, സുഖം അതല്ലേ. പോയിട്ട് ഭഗവാന്റെ ദാസനാണ് ആത്മാവെന്ന് ഇവിടെ പറഞ്ഞില്ല. ജീവര് സ്വരൂപ കൃഷ്ണരെ നിത്യദാസ, അത് പറയുമ്പോ ഒരു കുറച്ചിലല്ലേ, ഒരു കുറവല്ലേ? സ്വയം ഭഗവാൻ എന്ന് പറയുന്നത് ഒരു പറയുന്നതും സ്വയം ഭഗവാൻ ദാസ് എന്ന് പറയുന്നത് വ്യത്യാസമില്ല. അപ്പൊ ആൾക്കാർക്ക് ആ മെന്റാലിറ്റി, എല്ലാവർക്കും പൂജ, എന്താ പറയാ പൂജ, എല്ലാവരും പൂജിക്കണം നമ്മളെ എന്താ പറയാ, നമുക്ക് ആ ഒരു ക്വാളിറ്റി, നമ്മൾ ഭഗവാനാണെന്ന് പറഞ്ഞു, നമ്മൾ വലിയ ആളാണെന്ന്, അങ്ങനെയൊക്കെ എല്ലാം ആഗ്രഹിക്കും. അതായത് സാധാരണഗതിയിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ പുറത്ത്, ഈ ആത്മീയതയ്ക്ക് പുറത്തുള്ള ആൾക്കാരുടെ ചിന്ത എന്താണ്? സ്കൂളിൽ പോകുമ്പോൾ തന്നെ എന്താ പറയും? മോനെ നീ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കണം, അല്ലേ? നമ്മളൊക്കെ ചെറിയ കാലം മുതൽ അതാണ് പഠിച്ചു വരുന്നത്, കിട്ടുന്ന ട്രെയിനിങ് അതാണ്, അല്ലേ? നമ്മൾ പഠിക്കുന്നത് നമ്മൾ കുറച്ചൊന്ന് എല്ലാം ചെയ്യണം, പക്ഷെ നമ്മൾ കട്ടന്റെ പുറകെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടിട്ടില്ലേ, നമ്മുടെ മഞ്ചരിമാര് ഗോപികമാരെ സഹായിക്കും, ഗോപിമാര് അഷ്ടസഖികളെ സഹായിക്കും, അഷ്ടസഖികള് രാധാറാണി സഹായിക്കും. ആ രാധാറാണിയാണ് ഭഗവാനെ സേവിക്കുന്നത് എപ്പോഴും, അല്ലെ? പരമ്പരയായിട്ടാണ്. ഒരിക്കലും മുമ്പ് ചെന്ന്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കിട്ടുന്ന ട്രെയിനിങ് എന്താണ്? എനിക്കും അങ്ങനെ തന്നെയാണ്. കുട്ടിക്കാലം ഞാനും കോളേജ് കഴിയുന്നവരെ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെയായിരുന്നു. അത് കുട്ടിക്കാലത്തെ അങ്ങ് മനസ്സിൽ ഉറച്ചു പോയി. കുട്ടിക്കാലത്തെ ട്രെയിനിങ് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ സ്വയം ഭഗവാൻ എന്ന് പറയുന്നതിനേക്കാളും ഒരു കുറച്ച് കുറവല്ലേ ഭഗവാന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഇത് മാത്രമല്ല, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതൊരു പ്രധാന കാരണമല്ല, നമുക്ക് ലോജിക്കലി ചിന്തിച്ചു നോക്കൂ, അല്ലേ? അതെ അതെ അതെ. ഞാൻ സ്വയം ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാന്റെ ദാസൻ എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും ഫ്ലോ കൂടുതൽ? അങ്ങോട്ടായിരിക്കും, മനസ്സിലല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഞാൻ കുറച്ച് ഇടയ്ക്ക് എനിക്കൊരു ഗ്യാപ്പ് വരുന്നത്, ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേജുകൾ പോകുന്നുണ്ട് എനിക്ക്. അതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ ഇവിടെ മലയാളം എൻ്റെ ചൈതന്യ ചരിതം ബുക്ക് ഇല്ല. ഇത് മാതാജി അയച്ചിരുന്ന ഫോട്ടോസ് വെച്ചാൽ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഒരു ഹരേ കൃഷ്ണ പോയെല്ലാരും. ഹരേ കൃഷ്ണ. തൊട്ടു മുമ്പ് ഞാനൊരു മീറ്റിംഗിലായിരുന്നു. നമ്മുടെ വളരെ പരിശുദ്ധനായിട്ടുള്ള ഒരു ഭക്തൻ, ശ്രീമാൻ സുകീർത്തി കൃഷ്ണദാസ് പ്രഭു, അദ്ദേഹത്തിന്റെ സ്മൃതി സന്ധ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലായിരുന്നു. അപ്പൊ എല്ലാവരും പ്രഭുവിന്റെ ആ ക്വാളിറ്റിയെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇന്ന് മാതാജിയാണ് ക്ലാസ് എടുക്കേണ്ടിരുന്നത് തോന്നുന്നു. അപ്പൊ ഞാൻ മാതാജിക്ക് വേണ്ടിയാണ് ഈ സർവീസ് ഞാൻ ഏറ്റെടുത്തത്. അത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടൊന്നും അല്ല. സുകീർത്തി പ്രഭുവിന് എപ്പോഴും എൻ്റെ അടുത്ത് ഒരൊറ്റ പരിഭവം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പ്രീച്ച് ചെയ്യുന്നില്ല. ഒരുപാട് ഭയങ്കര നഷ്ടമായി പോയി ആ ഒരു വൈഷ്ണവന്റെ സ്ഥിരഭാവം. അദ്ദേഹം വേറെ എവിടെയെങ്കിലും ഭഗവാന്റെ ധാമങ്ങളിൽ എവിടെയെങ്കിലും പ്രീച്ചിങ് സേവനത്തിലൊക്കെ ആയിരിക്കും. എങ്കിലും നമുക്കൊരു നഷ്ടമായി പോയി. അത്രേ ആ ഒരു വൈഷ്ണവന്റെ എന്താ പറയാ പാതാരബന്ധങ്ങളിൽ നമിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നമുക്കത് നിർത്താം. ഇനി ആരെങ്കിലും ചോദിക്കാൻ ഒരു 1-2 മിനിറ്റ് വേണമെങ്കിൽ ചോദിക്കാം. എനിക്ക് ടെമ്പിളിൽ നിന്ന് സാധാരണ സർവീസ് രാവിലെയാണ്, പക്ഷെ ഇന്നൊരു ഹരേ കൃഷ്ണ. എനിക്ക് കുറച്ചേരോടെ നിൽക്കായിരുന്നു, പക്ഷെ എനിക്ക് ഡ്യൂട്ടി സർവീസ് മാറി. രാവിലെ സർവീസ് വൈകുന്നേരമായി ഇന്നൊരു ദിവസത്തേക്ക്. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ഡിവോട്ടിക്ക് രാവിലെ വേറെ സ്ഥലത്ത് പോകണമായിരുന്നു, പൂജാരിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വൈകുന്നേരം സേവ എടുക്കേണ്ടി വന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ പെട്ടെന്ന് പോകണം എനിക്ക്. 6 മണിക്ക് എത്താം. പ്രഭു കുഴപ്പമില്ല, പ്രശ്നമില്ല. പിന്നെ നാളെയാണ് പ്രഭുവിന്റെ അച്ഛന പ്രഭു മ്യൂട്ട് ചെയ്യോ? ശരി. ഹരേ കൃഷ്ണ. നമുക്കറിയാം, നമ്മുടെ മാതാജിയും സുകീർത്തി പ്രഭുവും വളരെ നാളായിട്ട് നമുക്ക് ചൈതന്യ ചരിതാമൃതം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നാളെയാണ് പ്രഭുവിന്റെ സഞ്ചയന ചടങ്ങുകൾ. അപ്പം എല്ലാ ഡിവോട്ടീസും പ്രഭുവിന് വേണ്ടി ഒരു മാല ദയവായി ജപിക്കണം. നിങ്ങളുടെ പ്രേയേഴ്സിൽ പ്രഭുവിനെയും കൂടെ ഉൾപ്പെടുത്തണം. പ്രഭു ഉറപ്പായിട്ടും ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും, അതിലൊരു സംശയവും ഇല്ല. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്യുവർ ഡിവോട്ടിക്ക് നമുക്ക് പ്യൂരിറ്റി വരാനും കൂടി വേണ്ടിയിട്ട് നമ്മളത് ചെയ്യണം.
അപ്പൊ അതിനായി നാളെ എല്ലാവരും എല്ലാ ജപിക്കുമ്പോഴും എല്ലാ പ്രേയേഴ്സിലും പ്രഭുവിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇന്ന് അഗിഞ്ജന പ്രഭു, താങ്ക് യു സോ മച്ച് പ്രഭു. കാരണം നമ്മുടെ 2 ദിവസത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നവരാണ് മാലിന്യമാജിയും പ്രഭുവും. അപ്പൊ പെട്ടെന്ന് അവരുടെ ഒരു അഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമില് അഗിഞ്ജന പ്രഭുവിന്റെ ശിക്ഷാ ഗുരുസ് ആണ് അവർ രണ്ടുപേരും. അപ്പൊ പ്രഭു മുന്നോട്ട് വന്ന് മാതാജി വരുന്നത് വരെ ഞാൻ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. താങ്ക് യു സോ മച്ച് അഗിഞ്ജന പ്രഭു. അപ്പൊ എല്ലാവരും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ക്ലോസ്. എല്ലാ വൈഷ്ണവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ.